ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഗൈസ്, ഇന്ന് നമ്മൾ കിട്ടിയിലൊരു മിഷനാണ് കളിക്കാൻ പോകുന്നത് ഗൈസ്. അതായത് നമ്മൾ ഇന്ന് ഗ്യാങ് വാറാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൊണ്ട് വേറെ കുറേ ടീം വരും ഗൈസ്. അവന്മാരെല്ലാത്തിനും നമ്മൾ ഇന്ന് അടിച്ച് കൊല്ലണം. അതിന് മുന്നേ ഗൈസ്, നമ്മുടെ മെഷീൻസിനകത്ത് അവർ പറയുന്നുണ്ട് ഗൺസിനകത്ത് കുറച്ച് ആക്സസറീസ് ആണ്. അതായത് നമുക്ക് ചിലയിടത്ത് നമുക്ക് ലൈറ്റ് ഇല്ലായിരിക്കും. അപ്പോൾ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഷോട്ട് ഗണ്ണ് സെറ്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. അതെല്ലാം ചേർന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത് ഗൈസ്. അതായത് ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ കിടപ്പുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കണ്ടു നോക്കുക ഗൈസ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താലേ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് വരാൻ പറ്റത്തുള്ളൂ, നോട്ടിഫിക്കേഷനായിട്ടൊക്കെ വരത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം മച്ചാന്മാരെ, നമ്മുടെ രാത്രി എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയിട്ടുണ്ട് വീണ്ടും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വലിയ കൂട്ടും കാര്യങ്ങളൊക്കെ നടക്കണം. അതായത് ഇത് എനിക്കൊന്ന് പുള്ളിക്കാരത്തിയുടെ അമ്മയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തിയുടെ അമ്മ അവരുടെ കൂട്ടുകാരികളൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങ് അർമാദിക്കുകയാണ് വീട്ടിൽ. എന്തായാലും കൊള്ളാം, ഇവൻ അതൊട്ടും ഒക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവൻ മുട്ടിഞ്ഞ തെറിയൊക്കെ വിളിക്കുകയാണ് ഇതിനകത്ത്. അവർ അതുപോലെ തന്നെ തിരിച്ച് ഓരോന്ന് പറയുകയും ഇവൻ പിന്നെ അതിൻ്റെ അപ്പുറത്ത് തെറി പറയുക. ഇതൊക്കെയാണ് കേസ് ഇതിൽ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിലെന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ പറയുന്ന ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്കത് സ്കിപ്പ് ചെയ്ത് വിട്ടിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാം ഗൈസ്. നമ്മൾ തന്നെയാണ് ഇതിൽ വണ്ടി ഓടിക്കുന്നത് ഗൈസ്. എന്നിട്ട് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഗോ ടു മറ്റേ ആമുനേഷൻ ആണ് പറയുന്നത്. അതായത് നമുക്ക് മറ്റേ ഗൺസും കാര്യങ്ങളും ഒക്കെ വാങ്ങാൻ കിട്ടുന്ന സ്ഥലമാണ് അവിടെ. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഗൺസൊക്കെ വാങ്ങാൻ പറ്റും. പക്ഷേ ഇപ്പം നമുക്ക് വാങ്ങാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഷീനകത്ത് യൂസ് ചെയ്യുന്നത്, അതായത് ഈ ഒരു മെഷീനകത്ത് ഏത് ഗണ്ണാണോ അവർ പറയുന്നത് ആ ഗണ്ണേ വാങ്ങാൻ പറ്റത്തുള്ളൂ. ആ ഗണ്ണിൽ ആക്സസറീസേ വാങ്ങാനും പറ്റത്തുള്ളൂ. നമ്മൾ നേരത്തെ കഴിച്ച് ചെയ്തിട്ടുണ്ട് സ്നൈപ്പറിൻ്റെ വീഡിയോ, നമ്മൾ സ്നൈപ്പ് ചെയ്ത് കൊല്ലുന്നത്. അതിനകത്ത് നമ്മൾ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് സാധനങ്ങളൊക്കെ ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് ഗൈസ്. ഇന്നത്തെ നമ്മൾ അത്രയും കാണിക്കുന്നില്ല. നമുക്ക് വണ്ടി ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കണം ഗൈസ്. ഇങ്ങോട്ടൊക്കെ ഇട്ടതുകൊണ്ട് അവിടെ കൊണ്ടങ്ങിടാം ഗൈസ്. ഓക്കെ, നമ്മൾ ഇവിടെ വണ്ടി കൊണ്ടിട്ടിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനി പർച്ചേസ് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല ഗൈസ്, കാരണം അതൊക്കെ ഇരട്ടി ലെങ്ത് ആക്കും. നമുക്ക് എന്തായാലും ഇതങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് വിടാം ഗൈസ്, അല്ലെങ്കിൽ നല്ല ലെങ്ത് ആകും നമ്മുടെ വീഡിയോയിലേക്ക്. അപ്പോൾ മച്ചാന്മാരെ, സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇറങ്ങിയതുകൊണ്ട് വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മളെന്തായാലും ഇറങ്ങുമ്പോൾ പർച്ചേസ് ചെയ്തെല്ലാം കഴിയുമ്പോൾ ഇറങ്ങുമ്പോൾ വൈകുന്നേരം ആകും. നമ്മൾ സാധനങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഷോട്ട് ഗണ്ണ് മാത്രമല്ല, ഒരു പിസ്റ്റലും നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട് ഒരെണ്ണം ചുമ്മാതെ. എടാ, ഇവന്മാരവളെ വെടി വെച്ച് കൊന്നടാ. ഞാൻ ചുമ്മാ ഒരു വെടി വെച്ചതേ ഉള്ളൂ. ഇവന്മാർ ഒറ്റ വെടിക്ക് അവളെ കൊന്നു, ഷോട്ട് ഗണ്ണും കൊണ്ടൊക്കെ ഉണ്ട്. എന്തോ മനുഷ്യനൊക്കെയാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് വെടി വെച്ചതേ ഉള്ളൂ, അപ്പോഴത്തേക്കും ഇവന്മാർ മുഴുവൻ വെടി വെച്ചും കൊന്നു ഗൈസ്. അതെന്തോ ആയിക്കോട്ടെ, നമുക്കൊന്നും അറിയത്തില്ല. നമുക്ക് നേരെ നമ്മുടെ മിഷൻ നടക്കുന്ന ഏരിയയിലേക്ക് പോവാം. അവിടെയാണ് ഗൈസ് നമുക്ക് സത്യം പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ തുടക്കം. അതായത് അവിടെ നിന്ന് നമ്മൾ ചെറിയൊരു സ്റ്റോറിയിലാണ് നമ്മുടെ എല്ലാത്തിനും തുടക്കം. ഒരു സ്കൂട്ടറുകാരനെ അരച്ച് വിട്ടിട്ടുണ്ട്. അവൻ അരഞ്ഞു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചത്തുപോയി, എന്തായാലും ചത്തുപോയി. അവനിനി ജീവിക്കും തോന്നുന്നില്ല ഗൈസ്. നമ്മളെടുത്ത ട്രാഫിക്കിൻ്റെ ബോർഡും കാര്യങ്ങളും പോസ്റ്റും എല്ലാം ഇടിച്ച് കളയും മിക്കവാറും ഗൈസ്. അതാണ് എല്ലാം അവിടെ ഇവിടെയൊക്കെ തോന്നിടത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ കാണാം ഓരോ ബോർഡും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. അപ്പോഴേ നമ്മൾ ഇടിച്ചങ്ങ് കളയും ഗൈസ്. ഈ ഒരു പവറുണ്ട്, ഈ ഒരു പവർ അടിപൊളി കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ ആ പവർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സ്ലോ മോഷനൊക്കെ വന്നിട്ട് നമുക്ക് നല്ല ടൈം കിട്ടും കേട്ടോ. അതൊരു അടിപൊളി. പക്ഷേ ആ സമയം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പവർ യൂസ് ചെയ്യാനൊക്കെ ഓർക്കത്തുള്ളൂ, ചിലപ്പോൾ ഒന്നും ഓർക്കത്തോലില്ല. ഒച്ചമാരെ, നമുക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത്. അത് എന്തിയടാ വഴി, എന്തിയടാ? ഇതുവഴിയായിരുന്നു. ഇതുവഴി പോയിട്ട് ഗൈസ് ഇവിടെ എവിടോ ആണ്. ഇതിനകത്തെങ്ങാണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ പുറയിലോട്ട് പോകണമെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളിതിൻ്റെ പുറയിലോട്ട് തന്നെ വരണ്ടേ. ഇങ്ങോട്ട് വണ്ടി അങ്ങോട്ട് നിർത്താം, എന്നിട്ട് വണ്ടി അങ്ങോട്ട് ഇറങ്ങാം. ഇനി നമുക്ക് നടന്നു വന്ന ദൂരമേ ഉള്ളൂ ഗൈസ്. ഓക്കെ, നമ്മൾ ക്യാച്ച് മീ എന്നുള്ള ഒരു ചീറ്റ് കോഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് ഓടാനൊക്കെ പറ്റും. അത് നല്ല സ്പീഡിൽ ഓടാനൊക്കെ പറ്റും ഗൈസ്. പക്ഷേ നമ്മൾ ഷോട്ട് ഗണ്ണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സെറ്റാണ് കേട്ടോ ഗൈസ്. നമ്മൾ സ്റ്റോറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗ്യാങ് ആണ്, അതായത് നമ്മുടെ ടീമാണ് ഇവന്മാരെല്ലാം നമ്മുടെ ചങ്കാണ്. എന്താ കാര്യമൊന്നും എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഇവന്മാരൊക്കെ ചങ്കാണ്. അങ്കിളിന് എന്തോ പറയുന്നുണ്ട്, എന്താണെന്നൊക്കെ ആർക്കറിയാം. പക്ഷേ ഇവന്മാർ തമ്മിൽ നല്ല
കമ്പനിയാണ്. പക്ഷേ ഫ്രാങ്ക്ലിൻ അങ്ങനെ വലുതായിട്ട് പുള്ളിയായിട്ട് കമ്പനി ആകുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ, എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, എന്തോണ്ട് ഉണ്ടായിട്ടുണ്ട്. ഓ ഗൈസ്, വേറെ ടീം വന്നിട്ടുണ്ട്, നമ്മളെ അടിക്കാൻ വേറെ ടീം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയാണ് നമ്മുടെ വാർ അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ഇതേ ചങ്കെന്ന് പറഞ്ഞാൽ അവൻ തന്നെ അവനെ കൊന്നിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് എക്സ്കേപ്പ് ആവണം, അതാണ് വേണ്ടത് ഗൈസ്. ഓ കൊള്ളാം കേട്ടോ, കൊള്ളാം സമയം കൊള്ളാം ഗൈസ്. ഷോർട്ട് ഗൺ അടിപൊളി കേട്ടോ, സത്യം പറയാലോ. അടുത്ത് നിൽക്കുന്ന ഒറ്റ ബുള്ളറ്റ് തീരും, ഒറ്റ ബുള്ളറ്റ് പക്കയാണ്. ബാക്കിയുള്ളതുപോലൊന്നുമല്ല. ബാക്കി AK ആണെങ്കിലും അങ്ങനത്തെ ഗൺസൊക്കെ ഏത് യൂസ് ചെയ്താലും ഒരു 10 ബുള്ളറ്റേലും വേണം, അല്ലെങ്കിൽ ഒരു 5 ബുള്ളറ്റേലും വേണം ഗൈസ്. ഇതാകുമ്പോൾ നമുക്ക് നൈസാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഷോർട്ട് ഗണ്ണിൻ്റെ ഗുണം കണ്ടു, നമ്മൾ വാങ്ങിച്ച ആക്സസറീസിൻ്റെ ഗുണം കണ്ടു ഗൈസ്. ഓ അവൻ ചത്തുപോയി, ചത്തം തോന്നുന്നു നമ്മുടെ ടീമേറ്റ് ഗൈസ്. ഓക്കെ, 2 പേരെ കൊന്നിട്ടുണ്ട്. ഇല്ലില്ല, അവൻ ചത്തില്ല കേട്ടോ, അതുകൊണ്ട് അവൻ എഴുന്നേറ്റ് വരുന്ന കഥമൊക്കെ മാറ്റിയിട്ട് ഗൈസ്. ഇവനൊന്നും ചത്തില്ല, ഇവനൊന്നും ചാവത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. മുടിഞ്ഞായി കൊള്ളാമാരാ ഗൈസ്. ഓ കൊണ്ടില്ല. ഓക്കെ, ഒരുത്തിനെ കൊണ്ടു, അവന് ജസ്റ്റ് കൊണ്ടതേ ഉള്ളൂ. അവൻ തൊണ്ട് അവിടെ കിടന്നു ഗൈസ്, ഇതുകൊണ്ട് അവിടെ കിടക്കുന്നവൻ ഗൈസ്. അവന്മാരെ കൊന്നു, ഇനി ഒരുത്തനോട് ഇടങ്ങാണ്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ കളിയിൽ ഏറ്റവും കൂടുതൽ കൊല്ലുന്നത് നമ്മളാണ് തോന്നുന്നു, ഇവന്മാരെക്കാളും. ഇവന്മാർക്കൊക്കെ ഗണ്ണ് ചുമ്മാ കൊടുത്തിട്ടേ ഉള്ളെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു ഏരിയ ഒക്കെ ക്ലിയറാണ്. നമ്മൾ ലൈറ്റ് അടിച്ചങ്ങോട്ട് നോക്കുക, എല്ലാം ക്ലിയർ ആക്കുക. കാരണം ഇവിടെ ഒന്നും വെട്ടമില്ല. ആ സമയത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. ഒറ്റ വെട്ടിക്ക് അവനെ ആ ജനലിൻ്റെ അവിടെ പറ്റിച്ച് കേട്ടോ. അവൻ്റെ തോക്കൊക്കെ ആ ജനലിൻ്റെ അവിടെ കിടപ്പുണ്ടായിരുന്നു. അവിടെ നമ്മൾ ബുള്ളറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും എന്താ ഈ ഏരിയ ഒക്കെ ക്ലിയറാണ്. ഓക്കെ, ഇവിടെ എന്തായാലും ആൾ വരും. അതെ വന്നു ഒന്നാ ഗൈസ്. ഷൂട്ട് ചെയ്യുക, കവർ ചെയ്യുക, ഷൂട്ട് ചെയ്യുക, കവർ ചെയ്യുക, ഷൂട്ട് ചെയ്യുക, കവർ ചെയ്യുക. ഓക്കെ, ഒരു കിടിയിലും കവറിങ് ആയിരുന്നത് കേട്ടോ. ആ സെറ്റായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്തു, കവർ ചെയ്തു, ഷൂട്ട് ചെയ്തു, കവർ ചെയ്തു. ആ ഒരു മൂമെൻ്റ് ആയിരുന്നു, അത് നല്ലൊരു മൂമെൻ്റ് കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷെ എപ്പോഴും ഒന്നും വർക്കാവത്തില്ല. ഓക്കെ, ഒരുത്തിനെ കൊന്നു ഗൈസ്. ഓക്കെ, കൊന്നു ഗൈസ്. തീർന്നു. റീലോഡ് വന്നു ഗൈസ്. കീബോർഡ് വർക്കാവുന്നില്ല. ഇതാരാ? ഓ ഗൈസ്, ചത്തുപോയി. സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ടീംമേറ്റിനെയും കൂടെ ഒന്നിച്ചായിപ്പോയി. അത് ഞാൻ വിചാരിച്ച് വേറൊരുത്തനായിരിക്കുമെന്ന്. ടീംമേറ്റിനെ ഇവിടെയൊക്കെ പോയ സമയത്ത്. ഓക്കെ ഗൈസ്, അവനെ കൊന്നു. ഓക്കെ, ഒരുത്തിനും ചത്തു ഗൈസ്. അവനും ചത്തു. 3 പേരെ കൊന്നിട്ടുണ്ട്. ഓ ചത്തില്ല. ഓക്കെ, അവനും ചത്തു. 4 പേര് ചത്തു. അതുകൊണ്ട് മണ്ടൊക്കെ എടുത്ത്. ഇവിടെ നിന്ന് തന്നെ ലോങ് റേഞ്ചൊക്കെ അടിച്ചു വന്ന് ഗൈസ്. ഓക്കെ, നമ്മൾ ഗ്രനേഡ് വേണോ ഗൈസ്? അവർ പറയുന്ന ഗ്രനേഡ് എടുക്കാനാണ്. നമ്മൾ ഗ്രനേഡൊക്കെ മാറ്റി പിസ്റ്റൽ എടുത്താണ് ഗൈസ് കളിക്കുന്നത്. പിസ്റ്റലിലാണ് നമ്മുടെ കളി ഗൈസ്. ചാവുമായിരിക്കും, പക്ഷേ എന്തായാലും പിസ്റ്റൽ വെച്ച് കളിച്ച് നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അവനെ കൊന്നിട്ടുണ്ട്. ഇനി നോക്കാം, അങ്ങോട്ട് പോവാം. ഇവിടെ എല്ലാം തീ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ എല്ലാം തീ പിടിക്കുന്നുണ്ട്. നമ്മൾ പിസ്റ്റൽ യൂസ് ചെയ്ത് ഓരോരുത്തന്മാരെ കൊല്ലാണ്. സോക്കേടങ്ങ് തീർന്നു കേട്ടോ ഗൈസ്. പിസ്റ്റൽ യൂസ് ചെയ്ത് കൊല്ലാനും അങ്ങനെ വലുതായിട്ട് പറ്റില്ല കേട്ടോ. കാരണം അവന്മാരൊക്കെ നമ്മൾ അടുത്തടുത്തൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും. ഇവിടെയൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനെ കൊന്നു ഗൈസ്. ദൈവന്മാരെല്ലാം വീണ്ടും നമ്മൾ കൊല്ലണം, ഇതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. ഓക്കെ ഗൈസ്, അവിടെ ഒരുത്തൻ. അവനെ ഈ തവണ ഒറ്റ വെടിക്ക് വന്നോ? ഓക്കെ, നമ്മൾ ലൈഫ് വീണ്ടും ചീറ്റ് കോഡ് അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തീ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. തീ പിടിച്ചത് കച്ചി എന്ന സംഭവമാണ് ഗൈസ്. കോട്ടണോ കച്ചി എന്തോ. ഓക്കെ, ഇവൻ മണ്ടനാണോ? ഇവൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അടിക്കാൻ പറ്റത്തില്ലേ ഗൈസ്? ഒരുത്തൻ മണ്ടൻ, വെറും മണ്ടത്തരമൊക്കെ കാണിച്ചു. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം ഗൈസ്. പോലീസൊക്കെ ഉണ്ട് കേട്ടോ, 3 സ്റ്റാർ പോലീസൊക്കെ ഉണ്ട്. ഓക്കെ, കയറി വന്ന് 2 അവന്മാരെ അടിച്ചു കൊന്നിട്ടുണ്ട് ഗൈസ്. പോലീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് മിക്കവാറും സീനാവും ഗൈസ്, ഉറപ്പായിട്ട് സീനാവും ഗൈസ്. ഇത് വെളിയിലോട്ട് പോകാൻ തോന്നുന്നു. ഗൈസ്, ഹെലികോപ്റ്റർ ഗൈസ്, ഹെലികോപ്റ്റർ. ഓക്കെ, നമ്മൾ മിസൈൽ വരാത്ത എന്താ? എടാ ഗ്രനേഡോ? ഗൈസ്, മിസൈൽ വരുന്നില്ല. ഓക്കെ, മിസൈൽ വന്നു.
തീർന്നു ഗൈസ്. ഹെലികോപ്റ്ററിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതോ അവന്മാർ പോന്നു ഗൈസ്. അവന്മാർ വന്നു. നമ്മൾ അവന്മാർ കൊടുത്ത് തന്നെ പോവാം. നമുക്ക് ഈ സ്ഥലത്തുനിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഗൈസ്. അതാണ് നമുക്ക് വേണ്ടത്. വീണ്ടും അടുത്ത ഹെലികോപ്റ്റർ ഗൈസ്. ഇവനെ നമുക്ക് തീർക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഇവനെയും തീർത്താൽ നമുക്ക് കളി വീണ്ടും മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അവനും തീർന്നു ഗൈസ്. അവനും തീർന്നു. ഇനി ഓടിയിട്ട് നമ്മൾ വീണ്ടും രക്ഷപ്പെടണം ഗൈസ്. ഇവിടെ നിന്നെല്ലാം രക്ഷപ്പെടണം. നമുക്ക് ഈ ഒരു ഏരിയയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ ഗൈസ്. ഇവിടെ ആരാണ്ടൊക്കെ വണ്ടി ഇടിച്ച് ചത്ത് കിടപ്പുണ്ട്. ഇവനെയൊക്കെ അങ്ങനെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് വണ്ടി എടുക്കാം ഗൈസ്. ഓക്കെ, നമുക്കിനി ഈ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് അവർ പറയുന്നത്. അതായത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഈ സ്റ്റാറും കാര്യങ്ങളൊക്കെ മാറ്റുക. അതിന് നമുക്ക് ആദ്യം ഈ ഒരു ഏരിയയിൽ നിന്ന് രക്ഷപ്പെടണം. എന്നിട്ട് നമുക്ക് പിന്നെ പയ്യെ അങ്ങോട്ട് മാറ്റാം സ്റ്റാറും കാര്യങ്ങളൊക്കെ ഗൈസ്. നമ്മളെ വണ്ടി ഒട്ടും കൺട്രോൾ നിൽക്കുന്നില്ല. നമ്മളെന്ത് ചെയ്യാനാണ് ഗൈസ്? ഈ കൺട്രോൾ നിൽക്കാത്ത വണ്ടിയൊക്കെ എടുത്തിട്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഗെയിമിനകത്ത് ഈ വണ്ടി കൺട്രോളേ ചെയ്യാൻ പറ്റത്തില്ല. ചില വണ്ടിയൊക്കെ ഭയങ്കര സെൻസിറ്റീവായിരിക്കും ഗൈസ്. പോലീസ് വരുന്നുണ്ട്, സെറ്റ് ചെയ്ത് വിടണം. ഓക്കെ, നമ്മൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ പവർ ഉള്ളതുകൊണ്ട് അറിയാൻ പറ്റും വേഗം കൊല്ലാൻ പറ്റും. നമുക്ക് സ്ലോ മോഷനിൽ ഇട്ടിട്ട് നമുക്ക് സ്മൂത്തായിട്ട് ഓടിക്കാം. അതായത് സ്ലോ മോഷൻ മാറ്റി കഴിയുമ്പോഴേ ഉള്ളൂ പ്രശ്നം. ഈ ഒരു ക്യാരക്ടറിൻ്റെ പവർ സ്ലോ മോഷൻ്റെ ഇതായതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, നമ്മൾ സ്കിൽഫുൾ ഡ്രൈവർ കേട്ടോ. ആ സൈഡിൽ ഇരുന്ന ആ ഒരു വണ്ടിയുണ്ട്, ഏകദേശം ഹയാബൂസയുടെ ലുക്കുള്ള വണ്ടിയാണ് അത്. പക്ഷേ ഗൈസ് അത് അടിപൊളി ബൈക്ക് കേട്ടോ, സത്യം പറയാമല്ലോ. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഗെയിമിൽ. ബൈക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്ക് അത് തന്നെ ഗൈസ്. നല്ല സ്പീഡും ഉണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. സെറ്റ് ബൈക്കാണത്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് പോലീസുകാരെ ഒന്ന് മാറ്റിക്കാനാണ് നോക്കുന്നത്. പക്ഷെ അവരൊന്നും മാറുന്ന പോലില്ല ഗൈസ്. അവന്മാരപ്പം തന്നെ സ്കെച്ചിട്ട് ഏരിയ ഫുള്ള് കവർ ചെയ്യാണ്. ഇപ്പം ഞാൻ ഒരുത്തന്നെ ചുമ്മാ വെടിച്ചു, അവൻ ചത്തുപോയി. അവനായിരുന്നു വണ്ടി ഓടിക്കുന്നത് ഗൈസ്. ആ ഒരു കാറും അടിപൊളി കാറാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വേറെ വല്ല വണ്ടി എടുത്താൽ മതിയായിരുന്നു. ഈ വണ്ടി ഒരു കാശിനും കൊള്ളത്തില്ല. കാര്യമായി നമ്മൾ അങ്ങോട്ട് ഓടിച്ചുകൊണ്ട് പോയ വണ്ടി എടുത്തായിരുന്നെ കഴിഞ്ഞേനെ ഗൈസ്. എപ്പോഴേ പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്ന് ചോദിച്ചാൽ മതി. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, നമുക്ക് പെയ്യെ പോലീസ് പോകാനുള്ള സാധനങ്ങൾ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് കൊടുക്കുക. പോലീസിനെ മാറ്റേണ്ടതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. ഓക്കെ, ലാസ്റ്റ് ഒരു പോലീസ് മാത്രമായിട്ടുണ്ട്. ഓക്കെ, അത് മാറി സെറ്റായിട്ടുണ്ട് ഗൈസ്. അതായത് നമ്മുടെ ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അവർ പറയുന്ന ഏരിയയിലോട്ട് പോവുക. അതായത് എനിക്ക് തോന്നുന്നു അവിടെ തോന്നുന്നു നമ്മുടെ വീടെന്ന് തോന്നുന്നു. അവിടെ പോവുക, വീട്ടിൽ കയറുക ഗൈസ്. അത്ര ഉള്ളല്ലോ, വേറെ ഒന്നുമില്ല. ഓക്കെ ഗൈസ്, എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മളെ ഫ്രാങ്കിൻ്റെ വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും ഇന്നത്തെ മിഷൻ ഇത്ര ഉള്ളതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. എന്തായാലും ഏതെങ്കിലും ഗെയിം വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് നമ്മുടെ ലാപ്പിൽ സ്പെക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അത് കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെ ചില ഗെയിംസൊക്കെ പർച്ചേസ് ചെയ്യേണ്ടി വരും. എല്ലാം നമുക്ക് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ. എന്നാലും ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോസും ഇതുപോലെ ഗെയിംസിൻ്റെ വീഡിയോസും ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഓക്കെ, ബൈ.